ജനങ്ങളെ വെറുപ്പിച്ച് ഒന്നും ചെയ്യില്ല. തിരിച്ചടിയിൽ മുഖം മിനുക്കാൻ പിണറായി സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. എന്തെങ്കിലും അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ പാർട്ടി കേരളത്തിലും തകർന്നടിയുമെന്ന് CPM നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. സിൽവർ ലൈൻ പോലെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവില്ല. പകരം ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതും 1.5 വർഷം കൊണ്ട് നടപ്പാക്കാനാവുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം. മുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി പോലുള്ളവ കാര്യക്ഷമമാക്കും. ക്ഷേമ പെൻഷനുകളടക്കം ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർക്കും. ജനങ്ങളുടെ അപേക്ഷകളിലും നിവേദനങ്ങളിലും ഫയലുകളിലും വേഗത്തിൽ തീർപ്പുണ്ടാക്കും. ഇതിനായി ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നടപ്പാക്കും. ഇതിനായി എല്ലാ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്നും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരിൽ നിന്നും അഭിപ്രായം തേടും. പദ്ധതികൾ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി നടപ്പാക്കാനാണ് തീരുമാനം. കെ-ഫോൺ, ലൈഫ്, നഗര ഗതാഗത പദ്ധതികൾ, ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ, ജലപാത വികസനം എന്നിങ്ങനെ കെങ്കേമമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന പദ്ധതികളൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. ആശുപത്രികളിൽ മരുന്നുക്ഷാമം, ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമമുണ്ടാകും. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായ ഔട്ട്റിംഗ് റോഡ്, കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ, നഗരങ്ങളിലെ റോഡ് വികസനം, സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയെല്ലാം ഒച്ചിന്റെ വേഗത്തിലാണ്. ശബരിമല വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി നേടിയെടുക്കണം. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ അപേക്ഷ ഇതുവരെയും കേന്ദ്രത്തിന് അയച്ചിട്ടില്ല. തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള പദ്ധതികൾ നടപ്പാക്കും. യുവാക്കളുടെ രോക്ഷം ജനവിധിയിൽ പ്രകടമായ സാഹചര്യത്തിൽ PSC റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനമുണ്ടാവും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.